എല്ലാവർക്കും വേണ്ട ഒരു ഗുണമാണ് എന്ത്? ഹൃദയത്തിൽ സംഗ്രഹിക്കുക. അത് അശേഷമില്ല. ഇപ്പോൾ ഒന്ന് കേട്ട അപ്പം തന്നെ നല്ല കാര്യത്തിനല്ലേ, പ്രാർത്ഥിക്കാനല്ലേ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ കാര്യങ്ങൾ പറയണ ഒരു രീതി, പെട്ടെന്ന് പറയാം. പിന്നെ മാധ്യമങ്ങളൊക്കെ അതിന് ഒരുപാട് സപ്പോർട്ടാണ്. എന്താ കാര്യം ശരിക്കും നടന്നതെന്ന് ആർക്കും അന്വേഷിക്കാൻ സമയമില്ല. അതിക്ക് മുമ്പ് കേട്ടത് അപ്പുറത്ത് കൊളുത്തി കഴിഞ്ഞിട്ടുണ്ടാവും. പരിശുദ്ധ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. നമ്മൾ സാധാ മനുഷ്യരാണ്, നമുക്ക് ഹൃദയത്തിൽ സംഗ്രഹിക്കാനുള്ള കഴിവ് കുറവാണെന്ന് 100% ഉറപ്പാണ്. പക്ഷേ തമ്പുരാൻ്റെ വചനത്തിൽ ആശ്രയിച്ചാൽ നമുക്കതിന് സാധിക്കും. ഇപ്പം ഇതിന് അനുയോജ്യമായൊരു വചനമുണ്ട്, സങ്കീർത്തനം 141:3. കർത്താവേ, എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ, എൻ്റെ അധര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ. ഞാൻ ഓർക്കുമ്പോൾ ഈ വചനം ചൊല്ലും. എന്തിനാണെന്നറിയോ? പരിശുദ്ധ അമ്മേനെ പോലെ ഹൃദയത്തിൽ സംഗ്രഹിക്കാനുള്ള കഴിവ് കിട്ടാൻ. ഈ വചനത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ അങ്ങനെ പറയും, പെട്ടെന്ന് പറഞ്ഞു പോവും, അല്ലെങ്കിൽ ഹൃദയത്തിൽ സംഗ്രഹിക്കാനുള്ള കഴിവ് കുറവാണെങ്കിൽ, അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ സങ്കീർത്തനം 141:3 വചനം ചൊല്ലി പ്രാർത്ഥിക്കുക. അതുപോലെ വേറെ വചനങ്ങളുണ്ട്, നാവിനെ നിയന്ത്രിക്കുന്ന വചനങ്ങൾ. അങ്ങനെ കറക്റ്റായ വചനം ചൊല്ലി പ്രാർത്ഥിച്ചാൽ പരിശുദ്ധ അമ്മയുടെ ആ കൃപയിലേക്ക് നമുക്കും നടന്നെടുക്കാനായിട്ട് പറ്റും. വചനം നമ്മളിൽ മാംസം ധരിക്കുമ്പോൾ ഹൃദയത്തിൽ സംഗ്രഹിക്കാനുള്ള കഴിവ് നമ്മൾക്ക് ലഭിക്കും.